ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു എംബ്രോയിഡറി വീഡിയോ നോക്കാം. നമുക്കറിയാം ഇപ്പോൾ വരുന്ന ട്രെൻഡി ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും ഹാൻഡ് എംബ്രോയിഡറി ആണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ബുള്ളിയൻ നോട്ടാണ്. ആ ബുള്ളിയൻ നോട്ട് വെച്ച് ചെയ്ത ഒരു ഡിസൈനും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതുകൂടാതെ എംബ്രോയിഡറിയുടെ കുറച്ച് ടിപ്സുകളും ഇതുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നോക്കി അറിയാം, ഇത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ഈ ത്രെഡാണ്. ആങ്കറിൻ്റെയാണ്. കളർ പോവുകയല്ല, കുറച്ച് ഷൈനിങ് ഉണ്ട്. നമ്മൾ ചെയ്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഫ്രഞ്ച് നോട്ടും ബുള്ളിയൻ നോട്ടും ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്. അപ്പം ഇത് അടിയിൽ നിന്ന് നൂല് നമ്മൾ വലിച്ചെടുത്തു. ഇത് ഞാൻ കണ്ടില്ലേ, 2 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ത്രെഡും കൂടെ നമ്മൾ കൂട്ടിക്കെട്ടത്തില്ല. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് വലിച്ച് ഊരി എടുത്ത് അതിൻ്റെ കെട്ട് കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ കൈത്തുണിൽ തുന്നുന്ന പോലെ തുണിയെ തയ്ക്കുന്ന പോലെ ചെയ്യരുത്. ഇങ്ങനെ ഈ നൂല് ഫ്രീ ആയിട്ട് വിട്ടേക്കണം. വൺ 2 എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമ്മളൊന്ന് വലിച്ചു പിടിക്കുന്നു. ഇങ്ങനെ വലിച്ചു പിടിച്ച് ഒരു ബീഡ് പോലെ അതുണ്ടാവും. മുകളിലേക്ക് എടുത്തു, 2 പ്രാവശ്യം ചുറ്റുക. നമ്മുടെ ഇതിന് ഇത്രയും വലിപ്പം വേണ്ട. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഒരു ത്രെഡ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ 1 പ്രാവശ്യം ചുറ്റിയാൽ മതി. അത് നമ്മുടെ ഇഷ്ടത്തിന് വലിപ്പത്തിനനുസരിച്ച് 2-3 ചെയ്യുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് 3 എണ്ണം അടുപ്പിച്ച് ചെയ്തപ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം ഒരു ഡിസൈൻ ആയി. ഇതുപോലൊരു ഫ്ലവർ പോലെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഇത് ഈ ഒരു പിന്നെ ഒരു സ്റ്റിച്ച് കൊണ്ട് തന്നെ നമുക്ക് പല ഡിസൈനും ചെയ്യാം. പിന്നെ നിങ്ങൾ കണ്ടോ, എൻ്റെ ഫ്രെയിമിൽ ഞാനൊരു തുണി ചുറ്റിയിട്ടുണ്ട്, കാണത്തില്ലേ? ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മരത്തിൻ്റെ ഫ്രെയിമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമുണ്ട്, മരത്തിൻ്റെ ഫ്രെയിമുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിം ഒരിക്കലും ടൈറ്റ് ആവത്തില്ല. മരത്തിൻ്റെ ഫ്രെയിം ഇത് ഞാനൊരു തുണി എടുത്ത് റെഡിമെയ്ഡായിട്ട് ഇങ്ങനെ നൂല് ചുറ്റി പോലെയൊക്കെ വരുന്നുണ്ട്. ഞാൻ എന്താ വെച്ചാൽ ഒരു തുണി എടുത്ത് ചുറ്റി കെട്ടി വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ തുണിക്ക് ഡാമേജ് ഉണ്ടാവില്ല. അടിയിലത്തെ ഫ്രെയിമേലും അതേപോലെ തന്നെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പായിട്ടും തടിയുടെ ഫ്രെയിമല്ലേ, അപ്പം തുണി ഡാമേജ് ആവും. അപ്പം ഇതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് സിൽക്ക് കോട്ടൺ മെറ്റീരിയലാണ്. ഇത് ഫുള്ള് ഫ്രഞ്ച് നോട്ടാണ്. നമ്മളിപ്പോൾ പഠിച്ച സ്റ്റിച്ച് ഫ്രഞ്ച് നോട്ടാണ്. ഇതൊരു റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ ഫുള്ള് ഫ്രഞ്ച് നോട്ട് ചെയ്തതാണിത്. ഇതൊരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ചുറ്റും ഒരു ബീഡിൻ്റെ ഒരു റൗണ്ട്, പിന്നെ അതിനൊരു ഔട്ട്ലൈൻ കൊടുത്തേക്കുന്നു. ബാക്കിയുള്ളത് ഫുള്ളും ഓരോ കളറ് ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്തേക്കുന്നതാണ്. ഇത് കാണുന്നില്ലേ, ഇതൊക്കെ നമ്മൾ ഓരോ റൗണ്ട് വരച്ചിട്ട് അതങ്ങ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തിട്ട് മുകളിലൊരു ബീഡ് വെച്ച് കൊടുത്താൽ മതി. ഇനി ബീഡ് കൊണ്ട് ചെയ്യുന്നതൊക്കെ ഇനി വേറൊരു ക്ലാസ്സിൽ കാണിച്ചു തരാം. അതിനുശേഷം ഇത് അധികം വരുന്നത് റെഡാണ്, അതുകൊണ്ട് അതിന് ഒരു റെഡ് പൈപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് നെറ്റിൻ്റെയാണ്.
നെറ്റിൻ്റെ ഒരു സ്ലീവ് വെച്ചിട്ടുണ്ട്. ഷോള് ഇതുപോലെ തന്നെ നെറ്റിൻ്റെ ഒരു ഷോളും പാൻറ് സിൽക്ക് കോട്ടൻ്റെ ചുരി ബോട്ടം പാൻറ്റുമാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഇതുപോലെയുള്ള വേറെ ഡിസൈൻസ്, വേറെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോഴുള്ള ഐഡിയാസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ കാണാം. ബൈ.